ഇക്ബാൽ, ഒന്നാം സമ്മാനം പൂജ ബമ്പർ ഇക്കുറിയും പാലക്കാട്ടേക്കാണ്. പാലക്കാടിനെ ഭാഗ്യം തുണച്ചുകൊണ്ടേയിരിക്കുന്നു. ഏജന്റ് എസ് സുരേഷ് വിറ്റ ടിക്കറ്റാണ് JD 545542. എന്താണ് സുരേഷ് ഏട്ടൻ പറയുന്നത്? വിനീത, ഞാനിപ്പോൾ നിൽക്കുന്ന പാലക്കാട് മുനിസിപ്പൽ സ്റ്റാൻഡിന് സമീപത്തുള്ള ഈ കിങ് സ്റ്റാർ ലോട്ടറി ഏജൻസിയിലാണ്. ഇവിടെ വിറ്റിട്ടുള്ള ടിക്കറ്റിനാണ് ഇപ്പോൾ ഏതായാലും ഈ 12 കോടി രൂപയുടെ ഒന്നാം സമ്മാനം ഇപ്പോൾ ഏതായാലും ലഭിച്ചിരിക്കുന്നത്. JD 545542 എന്ന് പറയുന്ന നമ്പർ ടിക്കറ്റിനാണ് ഇപ്പോൾ ഏതായാലും ഈ 12 കോടി രൂപ ലഭിച്ചിരിക്കുന്നത്. ഈ കടയുടെ ഉടമയായിട്ടുള്ള സുരേഷ് ഈ കടയുടെ അകത്ത് തന്നെയുണ്ട്. ഈ കടയുടെ ഈ മുന്നിൽ ഈ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഇവിടെ ഇങ്ങനെ ഈ റീറ്റെയിലായി വിൽക്കാൻ വേണ്ടി വെച്ച ഈ ലോട്ടറിയുടെ ഈ തട്ടിൽ നിന്ന് പോയിട്ടുള്ള ടിക്കറ്റിനാണ് ഈ ഒന്നാം സമ്മാനം ലഭിച്ചിട്ടുള്ളതെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ സുരേഷ് തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുരേഷ് ഏട്ടാ, വളരെ സന്തോഷത്തിലാണ്. റീറ്റെയിലായിട്ടാണ് പോയത്? റീറ്റെയിൽ വിൽപ്പനയിലാണ് പോയിരിക്കുന്നത്. ആർക്കാണെന്ന് അറിഞ്ഞിട്ടില്ല. സെയിൽസ് നോക്കുന്നുണ്ട് ആർക്കാണെന്ന്. DC നമ്പർ എത്ര? അവിടെ സെയിൽസ് നമ്പർ പ്രകാരം ഒരു പരിശോധന നടത്തുകയാണ്. ആർക്കാണ് അല്ലെങ്കിൽ ആരാണ് ആ ഭാഗ്യശാലി എന്ന് അറിയുന്നതിന് വേണ്ടി. നാട്ടുകാർക്ക് ആർക്കോ തന്നെയാണല്ലേ? 297 ബിൽ നമ്പർ. വിനീത, അതായത് കഴിഞ്ഞ തവണകളിലെല്ലാം പാലക്കാട്ടുകാരുടെ ഒരു സങ്കടം എന്ന് പറയുന്നത് പാലക്കാട് ലോട്ടറി ഓഫീസിൽ നിന്ന് പോകുന്ന ടിക്കറ്റ് ആണെങ്കിലും അത് ലഭിക്കുന്നത് മറ്റെവിടെയെങ്കിലുമുള്ള ആളുകൾക്കായിരിക്കും ആ ഒന്നാം സമ്മാനം ലഭിക്കുന്നത്. പക്ഷേ ഇത്തവണ ഏതായാലും അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളതാണ് സുരേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ കരുതുന്നത്. കാരണം പാലക്കാട് ഈ കിങ് സ്റ്റാർ ലോട്ടറി ഏജൻസിന്റെ റീറ്റെയിലായി ഈ കടയുടെ മുന്നിൽ വെച്ച് ബോർഡിൽ വെച്ച് വിറ്റ ടിക്കറ്റിനാണ് ഇപ്പോൾ ഏതായാലും ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. അത് ആർക്കാണ് എന്നുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ സുരേഷ് ഉൾപ്പെടെയുള്ളവർ നടത്തുന്നത്. ഈ കടയുടെ മുന്നിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ ആഘോഷത്തിന്റെ ഭാഗമായി കൊണ്ടുള്ള പടക്കം പൊട്ടിക്കൽ അത് ഈ കടയുടെ അകത്തേക്ക് വരുന്നത് കൊണ്ട് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഏതായാലും സുരേഷ് ഏട്ടനും ഇവിടെയുള്ള തൊഴിലാളികളും ഇപ്പോൾ ഏതായാലും അത് ആർക്കാണ് അത് ലഭിച്ചതെന്നുള്ള ഒരു പരിശോധന തീർച്ചയായിട്ടും 22-ാം തീയതി ഇങ്ങോട്ട് വന്നോളൂ. 27/10 ആർക്ക് 5 ബ്ലോക്ക് വേണം പറഞ്ഞിട്ട് 2 ബുക്ക് ടിക്കറ്റ് 5 ബ്ലോക്ക് റീറ്റെയിൽ ഒരാൾക്ക് ടിക്കറ്റ് വേണം പറഞ്ഞിട്ട് എടുത്തിട്ട് പോയിരിക്കണം. റീറ്റെയിലിന്റെ ടിക്കറ്റാണ് അല്ലല്ല 5 ബ്ലോക്കിൽ ഒരു ടിക്കറ്റ് വേണമെന്ന് ഒരു വ്യക്തി ഒന്ന് പറഞ്ഞിരിക്കണം കടയിൽ. അപ്പോൾ 2 ബുക്ക് എടുത്തിട്ട് റീറ്റെയിൽ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ആ സമയം അതെല്ലാം ഉണ്ട്. 27-ാം തീയതിയാണ്. 27 അതെ 27-ാം തീയതി 27/10 ഒറ്റ 20 ടിക്കറ്റ് ചില്ലറ വിൽപ്പന. ടിക്കറ്റ് റീറ്റെയിലാണ്, റീറ്റെയിൽ വിൽപ്പന. ഇവിടുന്ന് ഹോൾസെയില്, ഇവിടുന്ന് 2 ബുക്ക് ടിക്കറ്റ് അവിടെ വാങ്ങിപ്പോയ വ്യക്തിയല്ല. റീറ്റെയിൽ ചില്ലറ വിൽപ്പന. ഈ മുന്നേ ചില്ലറ വിൽപ്പന അതെ തീർച്ചയായും. ഏതായാലും വിനീത, ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ പ്രകാരം ഒക്ടോബർ 27-ന് പോയിട്ടുള്ള ടിക്കറ്റാണ് ഈ ഒന്നാം സമ്മാനത്തിന് അർഹമായിട്ടുള്ള JD 545542 ടിക്കറ്റ് എടുത്ത് പുറത്ത് വിൽക്കുന്ന ആർക്കോ അവർ വിറ്റ ടിക്കറ്റിനാണ് അടിച്ചിരിക്കുന്നത് അല്ലേ? ഈ ഏജൻസിയിൽ നിന്ന് 20 ടിക്കറ്റ് വാങ്ങിച്ച് പുറത്ത് ചില്ലറയായി വിൽക്കുന്ന ആരുടെയോ ടിക്കറ്റിലാണ് ഇപ്പോൾ സമ്മാനം അടിച്ചിരിക്കുന്നത്. വിനിത, അത്തരത്തിലാണ് മനസ്സിലാവുന്നത്. സുരേഷ് ഏട്ടന്റെ വാക്കുകളിൽ നിന്നും സുരേഷ് ഏട്ടൻ ഈ കടയിൽ നടത്തിയുള്ള പരിശോധനകളിൽ നിന്നും ഇപ്പോൾ അദ്ദേഹം നൽകുന്ന വിവരങ്ങൾ അത്തരത്തിലാണ്. ഏതായാലും 20 ടിക്കറ്റുകൾ അവർ വാങ്ങിപ്പോയിട്ടുണ്ട്. അതിൽ പെട്ടിട്ടുള്ളതാണ് ഈ ടിക്കറ്റ്. റീറ്റെയിൽ ആയിട്ട് പോയിട്ടുള്ള ടിക്കറ്റാണ്. അതുകൊണ്ട് തന്നെ ആരാണെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഇവിടെ വലിയ രീതിയിൽ ആഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട്. ഇവിടെ എത്തുന്ന മുഴുവൻ ആളുകൾക്കും മധുരം വിതരണം ചെയ്തു. അതിനോടൊപ്പം തന്നെ ഇവിടെ പടക്കം പൊട്ടിച്ചും എല്ലാം ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു വിവരം അറിഞ്ഞുകൊണ്ട് നിരവധി ആളുകളാണ് ഈ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് തൊട്ടു പുറകിലുള്ള ഈ ലോട്ടറി ഏജൻസിയിലേക്ക് ഇപ്പോൾ എത്തുന്നത്. ഏതായാലും ഭാഗ്യം വന്നിട്ടുള്ള കടയാണ്. ആ കടയിൽ നിന്ന് ഇനി കൂടുതൽ ഭാഗ്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് കൂടുതൽ ആളുകൾ ഈ ടിക്കറ്റ് വാങ്ങിച്ച് വിറ്റ ഏതെങ്കിലും ചേച്ചിമാരോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും ഒരുപക്ഷെ ഈ ടിക്കറ്റ് മറ്റാർക്കെങ്കിലും വിറ്റിരിക്കുന്നത്. ഭാഗ്യശാലിയെ കണ്ടെത്താൻ ഇനി അതേ അവരെയൊക്കെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. വിനിത, തീർച്ചയായും. കാരണം ഇവിടെ ആരോ ആയിരിക്കാം, ഒരു പക്ഷേ ഇവിടെ സ്ഥിരമായി ലോട്ടറി എടുക്കുന്ന ആരെങ്കിലൊക്കെ തന്നെ ആയിരിക്കാം ഈ ടിക്കറ്റ് ലഭിച്ചിട്ടുള്ള വ്യക്തി. എന്നാലും അദ്ദേഹം പുറത്ത് വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും അദ്ദേഹത്തിന് പാലക്കാട്ടുകാരൻ തന്നെ ആവട്ടെ എന്നുള്ളൊരു അത്തരത്തിലൊരു ആഗ്രഹമാണ് നമുക്കുള്ളത്. കാരണം കഴിഞ്ഞ തവണകളിലെല്ലാം
ഈ ടിക്കറ്റിൻ്റെ ഒന്നാം സമ്മാനം മറ്റ് ജില്ലകളിലേക്ക് പോകുന്ന, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ഒരു കാഴ്ച ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തവണ എന്തായാലും അങ്ങനത്തെ ഒരു സ്ഥിതി ഇല്ലാതെ പാലക്കാട് വിറ്റുള്ള ടിക്കറ്റ് അത് പാലക്കാട്ടുകാരന് തന്നെ ലഭിക്കട്ടെ. ഒരുപക്ഷെ വല്ല യാത്രക്കാരാവാറുള്ള അതിനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. കാരണം തൊട്ടപ്പുറത്ത് പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡാണ്. നിരവധി ബസ്സുകൾ ഇതിനോടകം ഇപ്പോൾ അവിടെ വന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിൽ നിന്നുള്ള യാത്രക്കാർ വരാറുണ്ട്. അവരെല്ലാം ടിക്കറ്റ് എടുത്ത് പോകുന്ന ആളുകളുമാണ്. ഏതായാലും ആർക്കാണ് ടിക്കറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കണം. 20 ടിക്കറ്റുകൾ പോയിരുന്നു. ആ 20 ടിക്കറ്റുകളിൽ ഒന്നാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒക്ടോബർ 27 പോയിട്ടുള്ള ടിക്കറ്റാണ് എന്നുള്ളതും മനസ്സിലാക്കുന്നുണ്ട്. ഏതായാലും സുരേഷ് ഏട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വലിയ രീതിയിൽ ആഘോഷം നടത്തുന്നു. അദ്ദേഹത്തിന്റെ തൊഴിലാളികളെല്ലാം ഇവിടെയുണ്ട്. ഏട്ടാ, ഈ തട്ടിൽ വെച്ച് വിറ്റ ടിക്കറ്റാണല്ലേ? അതെ അതെ, ഇവിടെ നമ്മൾ വിറ്റ ടിക്കറ്റാണ്. അതിനാണ് ഇപ്പോൾ നമുക്ക് ഡബിൾ ട്രിപ്പിൾ സന്തോഷമാണ്. നമ്മുടെ കയ്യിൽ നിന്ന് കൊടുത്തതായിരിക്കും, അറിയില്ല. പക്ഷേ അത്രയും സന്തോഷമാണ്. ഇപ്പോൾ നമ്മൾ വിറ്റ ടിക്കറ്റ് എന്ന് പറയുമ്പോൾ അത് ഏത് ഭാഗ്യശാലിക്ക് കിട്ടിയതില്ലേ, അതുകൊണ്ട് നമുക്ക് അത്രയും സന്തോഷമാണ്. അതിൽ ആരാണെന്ന് അറിയില്ല. ഈ ഭാഗത്ത് എവിടെയെങ്കിലും കാണും അയാൾ. ഈ ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ ഉദ്ഘാടനം ആരംഭിച്ച ശേഷം നിരവധി ആൾക്കാർ യാത്രക്കാർ വന്നു. അതെ, ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ വരുന്ന ഏതോ ഒരു ഭാഗ്യശാലിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ കൂടി നിൽക്കുന്ന ആർക്കെങ്കിലും ആവാം, അതൊന്നും നമുക്കറിയില്ല. ഇനി ആ പുള്ളി വന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഭാഗ്യം നേടിയിട്ടുള്ള വ്യക്തി പുറത്തു വരട്ടെ എന്നുള്ളതാണ്. അതെ, തീർച്ചയായും. ഇനി ഇതാണ് ആ കടയുടെ മുന്നിൽ കാണുന്ന ഒരു ആഘോഷ പരിപാടികളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നിരവധി ആളുകൾ ഇതിനോടകം തന്നെ ഈ ഒന്നാം സമ്മാനം ലഭിച്ച വിവരം അറിഞ്ഞുകൊണ്ട് ഈ കടയിലേക്ക് ഒഴുകി എത്തുകയാണ്. കാരണം അവരെല്ലാം ഈ സന്തോഷത്തിന് ഭാഗമാവുക, അതിനോടൊപ്പം തന്നെ ഇവിടെ നിന്ന് ഇനി ഭാഗ്യമുള്ള ഏതെങ്കിലും ടിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കരസ്ഥമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടേക്ക് എത്തുന്നത്. ഏതായാലും ഈ ഒരു സന്തോഷ നിമിഷം അത് ഇവിടെയുള്ള കട ഉടമയും അതുപോലെ തന്നെ കടയിലെ തൊഴിലാളികളെല്ലാം വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വിനീത, ശരി, ഏതായാലും ആ ബമ്പർ അടിച്ചത് ഭാഗ്യശാലി ആരാണെന്ന് നമുക്ക് കണ്ടെത്തണം. ഇപ്പോൾ ഇക്ബാൽ എത്തിയിരിക്കുന്ന കിങ് സ്റ്റാർ ലോട്ടറി ഏജൻസിയിൽ നിന്ന് റീറ്റെയിലായി കൊടുത്ത, ചില്ലറയായി കൊടുത്ത ടിക്കറ്റുകളിൽ 20 ടിക്കറ്റുകളിൽ ഒരു ടിക്കറ്റിനാണ് സമ്മാനം അടിച്ചിരിക്കുന്നത്. അത് പരിസരത്തൊക്കെ ടിക്കറ്റ് വിൽപ്പന നടത്തുന്ന ആരെങ്കിലും എടുത്തതായിരിക്കാം 20 ഒരുമിച്ച്. അങ്ങനെ ചില്ലറ വിൽപ്പന പ്രദേശത്ത് ബസ് സ്റ്റാൻഡിലൊക്കെ വിൽപ്പന നടത്തുന്ന ആർക്കെങ്കിലും ആയിരിക്കാം അത് അടിച്ചിരിക്കുന്നതെന്ന് തന്നെ നമ്മൾ കരുതണം. അവർ വിറ്റ ടിക്കറ്റിനായിരിക്കണം. പക്ഷേ നിരവധി ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ്. മാത്രമല്ല ഇക്കുറി പാലക്കാട് തെരഞ്ഞു പിടിച്ചു പോയി ടിക്കറ്റ് എടുത്തവരുണ്ട്, നേരിട്ട് പോയി ടിക്കറ്റ് എടുത്തവരുണ്ട്, അവിടെ പോകുന്നവരെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിച്ചവരുണ്ട്. അതുകൊണ്ട് ഈ ജില്ലയിലാകുമോ മറ്റേതെങ്കിലും ജില്ലയിലേക്ക് പോയിട്ടുണ്ടാകുമോ സമ്മാനം എന്നാണ് അറിയേണ്ടത്. ഇക്ബാൽ, ഏതായാലും വലിയ സന്തോഷം കാണാം. ലഡുവൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഈ അവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും കടയുടമായിട്ടുള്ള സുരേഷിന്റെ നേതൃത്വത്തിൽ ഈ മധുര വിതരണം ാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടേക്ക് പരിസരത്ത് ഓട്ടോ ചേട്ടന്മാർ അതുപോലെ തന്നെ മറ്റാളുകളെല്ലാം ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. സുരേഷ് ചേട്ടൻ ഇപ്പോൾ വീണ്ടും പ്രതികരിക്കുന്നുണ്ട്. സുരേഷ് ചേട്ടൻ ആർക്കാണെന്ന് കണ്ടെത്താൻ റീറ്റെയിൽ വിൽപ്പന വരും, എന്തായാലും അറിയും വരുന്നുള്ളൊരു പ്രതീക്ഷ തീർച്ചയായിട്ടും വരും, എന്തായാലും വരും. ഇതാണ് വിനീത. അത്തരത്തിൽ പ്രതീക്ഷയുമായാണ് ഇപ്പോൾ ഇവിടെ സുരേഷ് ചേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മധുര വിതരണം എല്ലാം നടത്തുന്നത്. ഈ ഭാഗ്യം ലഭിച്ചിട്ടുള്ള വ്യക്തി എന്തായാലും തങ്ങളെ തേടി വരും, അത്തരത്തിലുള്ളൊരു പ്രതീക്ഷ അവരെല്ലാം പങ്കുവെക്കുകയും ചെയ്യുന്നു. കാരണം 12 കോടി രൂപ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. ആ വ്യക്തിയെ ഏതായാലും ഈ പരിസരവാസി തന്നെ ആവട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇവർക്കെല്ലാം ഉള്ളത്. കാരണം നിരവധി ആളുകൾ തിങ്ങിക്കൂടിയിട്ടുള്ളൊരു മേഖലയാണ്. അവിടെ റീറ്റെയിലായിട്ട് വിറ്റുപോയിട്ടുള്ള ടിക്കറ്റിനാണ് ഇപ്പോൾ ഏതായാലും 12 കോടി രൂപയുടെ ഒന്നാം സമ്മാനം ലഭിച്ചത്. അതുകൊണ്ട് തന്നെ പരിസരത്തുള്ള ആരെങ്കിലും തന്നെ ആവും എന്നുള്ളൊരു പ്രതീക്ഷ കട ഉടമയ്ക്ക് ഉൾപ്പെടെയുണ്ട്, തൊഴിലാളികൾക്ക് ഉൾപ്പെടെയുണ്ട്. ഏതായാലും അവരെല്ലാം ആ ഭാഗ്യ ലഭിച്ചിട്ടുള്ള വ്യക്തി തമിഴ്നാടൊന്നും പോയില്ല, ഇവിടെ തന്നെ ഉണ്ട്. തീർച്ചയായും ചേട്ടൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നോക്കിയില്ല. ഓക്കെ, നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇത്തവണ മാത്രം ഒന്ന് മാറ്റി പിടിച്ചു നോക്കിയതാണ്. പക്ഷേ നമുക്ക് നിർഭാഗ്യവശാൽ കിട്ടിയില്ല എന്ന് വേണം പറയാൻ. ഏതായാലും വീഡിയോ ജേർണലിസ്റ്റിന്റെ പോക്കറ്റിൽ ഇവിടെ നിന്ന് എടുത്തിട്ടുള്ള ഒരു ടിക്കറ്റ് കിടപ്പുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. പരിശോധിച്ചിട്ടില്ല. അദ്ദേഹം എന്തായാലും ഈ ജോലിക്ക് ശേഷം എന്തായാലും പരിശോധിക്കാമെന്നുള്ളതാണ് അറിയിച്ചത്. ഏതായാലും ആ ടിക്കറ്റിനാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സന്തോഷം ഉണ്ടാവുമെന്ന് തോന്നുന്നു. ശരി, നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാനുള്ള വകയുണ്ടോ എന്നറിയണം. ആരാണ് ആ ഭാഗ്യശാലി? ഒന്നാം സമ്മാനം ഏതായാലും പാലക്കാടാണ് അടിച്ചിരിക്കുന്നത്. ലോട്ടറി ഏജൻസിയിൽ നിന്ന് സുരേഷ് വിറ്റ ടിക്കറ്റിനാണ് സമ്മാനവും. ഭാഗ്യശാലി ആരാണ്? പാലക്കാടുകാരൻ തന്നെയാണെന്നാണ് ഇപ്പോൾ കരുതുന്നത്. JD 545542 ഒന്നുകൂടി പരിശോധിച്ചോളൂ ആർക്കാണ് ആ ടിക്കറ്റ് ബമ്പർ അടിച്ചിരിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം.